പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അർജുൻ്റെ കുടുംബത്തെ സന്ദർശിച്ച് ലോറി ഉടമ മനാഫ്. ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഒന്നുമുണ്ടാകില്ലെന്ന് കുടുംബത്തിന് മനാഫിൻ്റെ ഉറപ്പ്. പരസ്പര സ്നേഹത്തോടെ മുന്നോട്ടു പോകുമെന്നും മനാഫ് പറഞ്ഞു. നേരത്തെ അർജുനെ കണ്ടെത്താൻ വേണ്ടി രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയിലെ ചിലർ മുൻകൈയെടുത്താണ് ഇരു കൂട്ടരുടെയും തെറ്റിദ്ധാരണകൾ നീക്കാൻ ശ്രമം നടത്തിയത്. കോഴിക്കോട്ടെ അർജുൻ്റെ കണ്ണാടിക്കലുള്ള വീടിന് സമീപത്തെ മറ്റൊരു വീട്ടിൽ വെച്ചാണ് മനാഫും അർജുൻ്റെ വീട്ടുകാരും പരസ്പരം കണ്ടുമുട്ടിയത്. മനാഫിനെ കൂടാതെ കുടുംബാംഗങ്ങളായ മുബീൻ, അൽഫ്, നിഷാം, അബ്ദുൽ വാലി, സാജിദ് എന്നിവർ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അർജുൻ്റെ കുടുംബത്തെ പ്രതിനിധീകരിച്ച് സഹോദരി അഞ്ജു, സഹോദരൻ അഭിജിത്ത്, സഹോദരി ഭർത്താവ് ജിതിൻ, ബന്ധു ശ്രീനീഷ് എന്നിവർ പങ്കെടുക്കുകയും ചെയ്തു. മനുഷ്യാവകാശ പ്രവർത്തകൻ നൗഷാദ് തെക്കയിൽ, സാമൂഹ്യ പ്രവർത്തകൻ വിനോദ് മേക്കോത്തു എന്നിവരുടെ "ഞങ്ങൾ ഒരു കുടുംബമാണെന്നും ഇവരെ സംഘി അളിയ എന്ന് വിളിക്കരുതെന്നും അർജുൻ്റെ അളിയനും അനിയനും എൻ്റെ കുടുംബമാണെന്നും തൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നതായി മനാഫ് പറഞ്ഞു. ഇതിൽ ഒന്നുമുണ്ടാകില്ലെന്ന് കുടുംബത്തിന് മനാഫിൻ്റെ ഉറപ്പ്. പരസ്പര സ്നേഹത്തോടെ മുന്നോട്ടു പോകുമെന്നും മനാഫ് പറഞ്ഞു. നേരത്തെ അർജുനെ കണ്ടെത്താൻ വേണ്ടി രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയിലെ ചിലർ മുൻകൈയെടുത്താണ് ഇരു കൂട്ടരുടെയും തെറ്റിദ്ധാരണകൾ നീക്കാൻ ശ്രമം നടത്തിയത്. കോഴിക്കോട്ടെ അർജുൻ്റെ കണ്ണാടിക്കലുള്ള വീടിന് സമീപത്തെ മറ്റൊരു വീട്ടിൽ വെച്ചാണ് മനാഫും അർജുൻ്റെ വീട്ടുകാരും പരസ്പരം കണ്ടുമുട്ടിയത്. മനാഫിനെ കൂടാതെ കുടുംബാംഗങ്ങളായ മുബീൻ, അൽഫ്, നിഷാം, അബ്ദുൽ വാലി, സാജിദ് എന്നിവർ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അർജുൻ്റെ കുടുംബത്തെ പ്രതിനിധീകരിച്ച് സഹോദരി അഞ്ജു, സഹോദരൻ അഭിജിത്ത്, സഹോദരി ഭർത്താവ് ജിതിൻ, ബന്ധു ശ്രീനീഷ് എന്നിവർ പങ്കെടുക്കുകയും ചെയ്തു. മനുഷ്യാവകാശ പ്രവർത്തകൻ നൗഷാദ് തെക്കയിൽ, സാമൂഹ്യ പ്രവർത്തകൻ വിനോദ് മേക്കോത്തു എന്നിവരുടെ "ഞങ്ങൾ ഒരു കുടുംബമാണെന്നും ഇവരെ സംഘി അളിയ എന്ന് വിളിക്കരുതെന്നും അർജുൻ്റെ അളിയനും അനിയനും എൻ്റെ കുടുംബമാണെന്നും തൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നതായി മനാഫ് പറഞ്ഞു.